ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന നല്ല കിഡിലനൊരു ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പലരും വിചാരിക്കുന്നുണ്ടാവും ഗോതമ്പ് പൊടി ആവുമ്പോൾ അയ്യേ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷേ അത് അങ്ങനെ വിചാരിക്കുന്നവരൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി തന്നെ വേണം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മാത്രം ഗോതമ്പ് പൊടിയാണ്. ഇതിനെ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഈ സോസ് പാന് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഗോതമ്പ് പൊടിയെ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം ഞാനിത് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണം നമുക്കിത് സ്റ്റൗവിൻ്റെ മുകളിൽ വെക്കാൻ. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കൈ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നല്ലപോലെ തിക്കായിട്ട് കുറുകി വരും. ആ ഒരു സ്റ്റേജ് ആവുന്നത് വരെ നമ്മളിതിനെ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഗോതമ്പ് പൊടി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് ചൂട് പോയതിനു ശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് അതൊന്ന് ഒരു ഹാഫ് വേവ് ആക്കി എടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ പകുതി എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2-3 ഏലക്കയും കൂടെയാണ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് കൂടെ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവ് കൊണ്ട് നമുക്ക് 4 പേർക്ക് കുടിക്കാം കേട്ടോ. തണുപ്പിച്ചെടുക്കണമെങ്കിൽ തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കസ്കസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷണലാണ്, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും വരുന്നതല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.